ശ്വാസം വിടാം, ശ്വാസം എടുക്കാം, ശ്വാസം വിടാം. നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. 1, 2, 3, 4, 5. The opposite direction. 1, 2, 3, 4, 5. Relax. ഇതും 7 to 8 times ചെയ്യാം. ഇടതുകാല് മുന്നിലേക്ക് വെക്കുക, ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, ശ്വാസം പുറത്തേക്ക് വിടാം, ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, പുറത്തേക്ക് വിടാം, ഉള്ളിലേക്ക് എടുക്കുക, പുറത്ത് വിടാം. ഇനി നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. 1, 2, 3, 4, 5, 6. Is it? 1, 2, 3, 4, 5. Relax. അപ്പം ഇത്രയുമാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മളുടെ സൂക്ഷ്മ വ്യായാമങ്ങളിൽ വരുന്നത്. ഞാൻ ഇതൊന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. നിങ്ങൾക്ക് എഴുതി വെക്കണം എന്നുണ്ടെങ്കിൽ എഴുതി വെക്കാം. സമ്മറൈസ് ചെയ്ത് പറയാം. അപ്പം നെക്കിൻ്റെത് നമ്മൾ ചെയ്തു 4 എണ്ണാണ്. അതൊന്ന് ഫോർവേഡ്, ബാക്ക്വേർഡ്, മുന്നിലേക്ക്, പുറകിലേക്ക്, സൈഡിലേക്ക്, അതുപോലെ തന്നെ ഷോൾഡർ ടച്ച് ചെയ്തിട്ടുള്ളത് റൊട്ടേഷൻ. അത് കഴിഞ്ഞതിന് ശേഷം വരുന്നത് ഷോൾഡറിൻ്റെതാണ്. ഷോൾഡറിൻ്റെ നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്സ് ചെയ്തു. അതിനുശേഷം നമ്മൾ ചെയ്തത് ഈ കൈ ഇവിടെ വെച്ചിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ കൈയിൻ്റെത് ചെയ്തു, റിസ്റ്റ് ജോയിൻ്റെത് ചെയ്തു. റിസ്റ്റ് ജോയിൻ്റെത് എപ്പോഴും ഞാൻ ഈ ഒരു പൊസിഷൻ, ഇത് ആരും സാധാരണ പഠിപ്പിക്കുന്ന ആൾക്കാരൊന്നും ചെയ്യാറുണ്ടാവില്ല. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. കാരണം ചിലർക്കൊരു പെയിൻ ഒക്കെ ഉണ്ടാവും ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെയിന് കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു യോഗ പോസ്ചർ നമുക്ക് ചെയ്യുമ്പോൾ വളരെയധികം പെയിന് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് ചെറിയൊരു മൂവ്മെന്റ് ആദ്യം ചെയ്തിട്ട് പിന്നെ ആ ജോയിന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെയിന് കുറയും. അങ്ങനെ അത് നമുക്ക് ചെയ്യാം. പിന്നെ ഹിപ്പ് ജോയിന്റിൻ്റെത് അപ്പർ ബോഡി കൂടെ ഇളകിയിട്ട് ചെയ്തുകൊണ്ട് അപ്പർ ബോഡിയിലും വന്നു, ഹിപ്പിനും വന്നു. പിന്നെ നമ്മൾ ചെയ്തത് മുട്ടിൻ്റെതാണ്, കാൽമുട്ടിൻ്റെത് ചെയ്തു. കാൽമുട്ടിൻ്റെ 4 മൂവ്മെന്റ്സിൻ്റെ, അത് 4ഉം കൂടെ കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ ചെയ്തു. പിന്നെ നമ്മൾ ചെയ്ത ആങ്കിൾ ജോയിന്റിൻ്റെയാണ്, കണങ്കാലിൻ്റെയാണ് നമ്മൾ ചെയ്ത് അപ്പ് ആൻഡ് ഡൗൺ ചെയ്തു. അതും ഇതുപോലെ തന്നെ കാൽമുട്ട് വളയ്ക്കാനൊക്കെ കണങ്കാല് വളയ്ക്കാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അത് മാറ്റാനായിട്ടാണ് ആദ്യം നമ്മൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് നമ്മൾ ഒന്നുകൂടെ റൊട്ടേറ്റ് ചെയ്തു. അപ്പം ഇത്രയുമാണ് സൂക്ഷ്മ വ്യായാമങ്ങളിൽ വരുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് പ്രാണായാമവും ക്ലാസ് എടുക്കുന്ന സമയത്ത് പലപ്പോഴും പ്രാണായാമവും ഇതും കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ എടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ചിലർക്ക് ഈ 8-10 തവണ, ഞാൻ 16 തവണയൊക്കെ ചെയ്യിപ്പിക്കും. ഈ കൈയിൻ്റെ മൂവ്മെന്റ്സ് ഒക്കെ 10 തവണയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നല്ല ക്ഷീണം വരും, നന്നായിട്ട് വേർക്കും. ചെറിയ എക്സസൈസ് ആണെങ്കിലും മൈക്രോ ലെവലിൽ ഇത് എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് വേർക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രാണായാമം നല്ല രീതിയിൽ കപാൽഭാതി, ഭസ്ത്രിക പോലത്തെ പ്രാണായാമം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഒരു വോമപ്പ് തന്നെയാണ് കിട്ടുന്നത്. അപ്പം ആദ്യം നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടാണ് മെയിൻലി ഉള്ള ആസനത്തിലേക്ക് കടക്കുന്നത്. അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ചോദിച്ചോ. മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ചോദിക്കണേ. മേഡം, എനിക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പോഴേ കണ്ണീന്ന് വെള്ളം വരുന്നില്ല, അപ്പൊ അത് കുഴപ്പമുണ്ട്?
ചെയ്യുന്നത്? കണ്ണിന്ന് ശരിക്കും പറഞ്ഞാൽ വെള്ളം വരാത്തത് കുറെ കാലമായി പ്രാക്ടീസ് ചെയ്യുന്ന ആർക്കും കണ്ണിന്ന് വെള്ളം, എനിക്കിപ്പോ കണ്ണിന്ന് വെള്ളം വരാറില്ല. പക്ഷെ നന്നായി ശരിയാവാത്തോണ്ടാണോ? ഇല്ല, വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. വന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. സാധാരണ വെരി ബിഗിനേഴ്സിന് കണ്ണിന്ന് വെള്ളം വരാറുണ്ട്, വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഒക്കെ ചെയ്യാം. അല്ല, കണ്ണിങ്ങനെ ഹലോ, കണ്ണ് ചിമ്മൂലോ? അതങ്ങനെ ചെയ്യണ്ടേ? കുഴപ്പമില്ലല്ലോ? അതോ കണ്ണ് ചിമ്മാതെ ഇരിക്കാൻ അങ്ങനെയുണ്ടോ? കണ്ണ് ചിമ്മാതെ നമ്മൾ ആദ്യം ചെയ്യുന്നത് താഴെ നോക്കി, എന്നിട്ട് നമ്മൾ ഫ്ലെയിമിലേക്ക് നോക്കുന്നു. നമ്മൾ മെഴുകുതിരിയുടെ താഴെ നോക്കി ഫ്ലെയിമിലേക്ക് നോക്കുന്നു. ഫ്ലെയിമിലേക്ക് നോക്കി കുറച്ച് സമയം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. എന്നിട്ട് കണ്ണിന്ന് വെള്ളം വരുന്നവർ ബ്ലിങ്ക് ചെയ്തിട്ട് പിന്നെയും തുറന്നിട്ടാണ് പിന്നെ താഴെ നോക്കി പിന്നെയും ഫ്ലെയിമിലേക്ക് നോക്കുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പം വെള്ളം വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ തവണ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അത് കണ്ടിന്യൂ ചെയ്തങ്ങ് പോയാൽ മതി. അപ്പൊ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ബ്രീത്തിങ് ചെയ്യണമെങ്കിൽ ബ്രീത്തിങ് ഒക്കെ ചെയ്തിട്ട് അതിന് അഫർമേഷൻസ് ചെയ്യുന്നത് അവിടെ തന്നെ ഇരുന്നിട്ട് പിന്നെ കണ്ണ് എടുക്കേണ്ട ആവശ്യമില്ല. കണ്ണിന്ന് വെള്ളം വരുന്നില്ല. ആ ഒരു പ്രോബ്ലം മാറ്റാനാണ് നമ്മൾ ബ്ലിങ്ക് ചെയ്തിട്ട് പിന്നെയും തുടങ്ങുന്നത്. അങ്ങനെ പ്രോബ്ലം ഇല്ലാത്തവർക്ക് ഡയറക്ട്ലി നേരെ ചെയ്യാം. ഞാനൊന്നും ഇപ്പം ബ്ലിങ്ക് ചെയ്ത് കുറെ സമയം ഇരിക്കാറില്ല, നേരെ നോക്കി ചെയ്യും. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് 15 മിനിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യും. ആദ്യം എന്തെങ്കിലും പ്രാണായാമം ചെയ്തിട്ട് ഡയറക്ട്ലി ഇത് ചെയ്യും. 10 to 15 മിനിറ്റ്സ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ബ്ലിങ്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. കണ്ണിന്ന് വെള്ളം വരുന്ന ഒരു പ്രോബ്ലം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലിങ്ക് ചെയ്തിട്ട് പിന്നെയും ഇത് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ. എല്ലാരും സൈലന്റ് ആണല്ലോ, ആരും സംസാരിക്കുന്നില്ലല്ലോ. ഭവ്യ, അശ്വതി, അഷ്റഫ്, ആശ, നമസ്തേ. ഹസീന, ഇവർക്കൊന്നും എല്ലാം എല്ലാം മനസ്സിലായോ? അങ്ങനെയല്ലല്ലോ, ഡൗട്ട് ഉണ്ടാവുമല്ലോ. ദേവു, ദീപ, ധന്യ, ഗീത, അവരൊക്കെ, ജെറിൻ, എല്ലാരും കേൾക്കുന്നുണ്ടോ? ഉറങ്ങിപ്പോയിട്ടുണ്ടോ? ജൂലി, ലിൻഡ, മണിക്കുട്ടൻ, പ്രസീജ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്ക്. മായ, ഹലോ, കേൾക്കുന്നുണ്ടോ? ചോദിച്ചോളൂ. നമസ്തേ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം പ്രമോദ്, പറഞ്ഞോളൂ. നമ്മൾ ഇപ്പൊ പറഞ്ഞത് കാലത്താണോ അതോ വൈകിട്ടാണോ നല്ലത്? സോറി കേട്ടില്ല. ഇപ്പൊ പറഞ്ഞിരുന്നല്ലോ, ഇപ്പൊ പറഞ്ഞത് ആ, നമുക്ക് ചെയ്യാൻ ബെറ്റർ ടൈം കാലത്താണോ വൈകിട്ടാണോ? ഇത് രാവിലെയാണ് ഏറ്റവും നല്ലത്, രാവിലെയാണ്. പക്ഷെ വൈകുന്നേരം നമുക്ക് ചെയ്യാം. സമയമില്ലാത്തവർക്ക് വൈകുന്നേരം ചെയ്യാം. അപ്പൊ നമ്മൾ കാലത്ത് നമ്മൾ പ്രാണായാമം കഴിഞ്ഞ ശേഷം അത് ചെയ്യാം. അതെ, രാവിലെ ഇപ്പം ഒരു യോഗ സെഷനൊക്കെ എടുക്കുന്നവർക്ക് അറിയാം, രാവിലെ നമ്മൾ ചെയ്യുന്നത് പ്രാണായാമം ചെയ്യും, സൂക്ഷ്മ വ്യായാമം ചെയ്യും, എന്നിട്ടാണ് നമ്മൾ മെയിൻ ആസനങ്ങളിലേക്കൊക്കെ പോകുന്നത്. അപ്പം രാവിലെയാണ് ബെറ്റർ ടൈം എല്ലാം ചെയ്യാനായിട്ട്. പക്ഷെ സമയം ഇല്ലാത്തവർക്ക് രാവിലെ മെഡിറ്റേഷനും പ്രാണായാമവും മാത്രം ചെയ്തിട്ട് ബാക്കിയെല്ലാം വൈകുന്നേരം ചെയ്താലും കുഴപ്പമില്ല. ബെറ്റർ, രണ്ടാമത് ഏറ്റവും നമ്മളിപ്പോ നല്ലത് രാവിലെയാണ്. ഓക്കെ, നമ്മളിപ്പോ ബ്രീത്തിന്റെ ഇതുണ്ടല്ലോ, ബ്രീത്ത് ശരിക്കും നമുക്ക് എവിടേക്കാണ് ശരിക്കും ബ്രീത്ത് വരേണ്ടത്? ശരിക്കും സ്റ്റൊമക്ക് ആണോ അതോ? ബ്രീത്ത് പ്രാണായാമത്തിൽ തന്നെ പലതരത്തിലുണ്ട്. നമ്മൾ അവസാന ശ്വാസം എടുക്കുന്നത് ഇവിടെ നിന്നാണ്, ഈ തൊണ്ടയിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രാണായാമമുണ്ട്. ലങ്സിലേക്ക് ഡയറക്റ്റ് ഉള്ള പ്രാണായാമം, വയറ്റിൽ നിന്ന് തുടങ്ങുന്ന പ്രാണായാമം, തൊറാസിക് ബ്രീത്ത് എന്ന് പറഞ്ഞിട്ട് തൊറാസിക് റീജിയനിൽ നിന്ന് തുടങ്ങുന്ന പ്രാണായാമം, ഡയഫ്രമാറ്റിക് ബ്രീത്ത് എന്ന് പറഞ്ഞിട്ട് ഡയഫ്രത്തിന്റെ അടുത്ത് നിന്ന് തുടങ്ങുന്ന പ്രാണായാമമുണ്ട്. അങ്ങനെ ഓരോ ബോഡി പാർട്ടും തുടങ്ങുന്ന ഓരോ, ഈ കപാൽഭാതിയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു കൈ നെഞ്ചിലും ഒരു കൈ വയറിലും വെച്ച് ചെയ്യുന്ന ഒരു പ്രാണായാമം, അതിപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഡയഫ്രത്തിന്റെ താഴെ നിന്നാണ്. അപ്പൊ അങ്ങനെ ഓരോരോ പ്രാണായാമത്തിനും ഓരോ സ്ഥലമുണ്ട്. ഇപ്പം ഈ ഇതിലൊക്കെ നമ്മൾ എടുക്കുന്നത് ജസ്റ്റ് ലങ്സിന്റെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മൂക്കിലൂടെ പുറത്തോട്ട്, വലിയ ഫോഴ്സിൽ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഏതൊരു മൂവ്മെന്റ് യോഗയിൽ ജസ്റ്റ് ഒരു കൈ ഉയർത്തുമ്പോൾ പോലും നമ്മൾ ശ്വാസം എന്താണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിലുണ്ടാവണം. അതാണ് യോഗയും ജിമ്മും തമ്മിലുള്ള വ്യത്യാസം. യോഗയും ജിമ്മും തമ്മിൽ എങ്ങനെ ഡിഫറെന്റ് ആയിരിക്കും എന്ന് വെച്ചാൽ, ജിമ്മിൽ നമ്മൾ ബ്രീത്തിന് ഒരു ഇതും കൊടുക്കുന്നില്ല. പക്ഷെ ഇതില് ഇപ്പൊ സൂക്ഷ്മവ്യായാമത്തിൽ ഇപ്പൊ കൈ ഇങ്ങനെ ഞാൻ പൊക്കുന്ന സമയത്ത് ഞാൻ ശ്വാസം എടുക്കുന്നുണ്ട്, ശ്വാസം വിടുന്നുണ്ട് ഇങ്ങനെ ഓരോ പ്രാവശ്യം താഴ്ത്തുന്ന സമയത്ത്. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഏത് സൂക്ഷ്മ വ്യായാമത്തിലാണ് ഡൗട്ട് വന്നത്? എവിടുന്നാണ് എടുക്കുന്നതാണോ ഡൗട്ട്? ഇത് സാധാരണ അല്ല, നമ്മൾ ഞാൻ മൂക്കിൽ പൊതുവെ ശ്വാസം എടുക്കുന്ന പോലെ എടുത്താൽ മതി. വേറെ പ്രത്യേകിച്ച് ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ട ആവശ്യമില്ല. പ്രാണായാമത്തിന്റെ സെഷനിലാണ് നിങ്ങൾക്ക് ഡൗട്ട് വരേണ്ടത്, ഏതൊരു ഭാഗത്തു നിന്നാണ് എടുക്കുന്നത്. പക്ഷെ ഇത് സാധാരണ നമ്മൾ എടുക്കുന്ന പോലെ ശ്വാസം എടുക്കുക, പുറത്തേക്ക് വിടാം. പിന്നെ ഞാൻ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടെ ഒച്ചത്തിൽ എടുക്കുന്നത്. പഠിപ്പിക്കുന്ന സമയത്ത് കേൾക്കില്ല ഇവർക്ക്. ഞാനിങ്ങനെ പതിയെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കേൾക്കില്ല. ഞാൻ അതുകൊണ്ടാണ് കുറച്ച് ഫോഴ്സിൽ എടുത്തിട്ട് ഫോഴ്സിൽ വിടുന്നത്. ഓക്കെ.
അപ്പൊ പ്രാണായാമം ശരിക്കും ലങ്സിലേക്കാണ് പോകേണ്ടത് അല്ലേ? ശ്വാസം എടുക്കണം. അത് പ്രാണായാമം ശരിക്കും ലങ്സിലേക്ക് മാത്രമല്ല, ഓരോ പ്രാണായാമം ഓരോ തരത്തിൽ. ഇപ്പം ഞാൻ വെരി ബേസിക് ആയിട്ടുള്ള ക്ലാസ് ആണ് നിങ്ങൾക്ക് തന്നത്. അത് വേറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. ഡയഫ്രമാറ്റിക് ബ്രീത്ത്, അതുപോലെ തന്നെ ബ്രീത്ത് വർക്കിന്റെ തന്നെ പ്രത്യേക ക്ലാസ്സുകളുണ്ട്. പക്ഷെ ഞാൻ പഠിപ്പിച്ചതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതൊരു പൊസിഷൻ, കൈ വെക്കുന്ന പൊസിഷൻ ഉണ്ട്, ആ പൊസിഷനിൽ നിന്നാണ് കപാൽഭാതിയൊക്കെ എടുക്കുന്നത്. ഇതൊക്കെയാണെങ്കിൽ ലങ്സിലേക്കാണ്, കൈ ഉയർത്തി ചെയ്യുന്നതൊക്കെ ലങ്സിലേക്കാണ് വരുന്നത്. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? രാം, രഘുനാഥ് ഇവരൊന്നും സംസാരിക്കുന്നില്ല. എല്ലാവർക്കും സംശയം ചോദിക്കാം കേട്ടോ. ഇപ്പം ആരായാലും കുഴപ്പമില്ല. സജ്ന, അനീഷ്, ശാലിനി, സാനു, ഷബാന, സിജോ ചേട്ടൻ, അതുപോലെ തന്നെ സിന്ധു ചേച്ചി, ഇവരൊന്നും ചോദിക്കുന്നില്ല. ആശ നമസ്തേ. ആ, ഞാന് സംശയം ചോദിക്കാനല്ല, പക്ഷെ ആ എടുക്കുന്ന രീതിയിലേക്ക് ഒന്ന് അഭിനന്ദിക്കാനാണ് ഞാനിപ്പോ സംസാരിക്കുന്നത്. വളരെ ഞങ്ങൾക്ക് ഒത്തിരി പ്രയോജനപ്പെടുന്നുണ്ട്. കാര്യം ഈ റൊട്ടേഷനൊക്കെ ഒരുമാതിരി ഞങ്ങൾ ഇങ്ങനെ സ്പീഡൊക്കെ ആണെങ്കിലും